തിരുവനന്തപുരത്ത് AKG സെന്ററിന് സമീപം ഉറങ്ങിക്കിടന്നയാളെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. കടക്കാവൂർ സ്വദേശി അക്ബർ ഷായെയാണ് കോടതി ശിക്ഷിച്ചത്. 2023 കടവരാന്തയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭീമാപ്പള്ളി സ്വദേശി ഷഫീഖിനെ ഇന്റർലോക്ക് കട്ട കൊണ്ട് തലക്കടിച്ചു കൊന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചുകൊണ്ട് എന്തൊക്കെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? ബിനിൽ, പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ കൊലപാതകത്തിന് ജീവപര്യന്തം തടവും അതിനോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. കൂടാതെ കേസിലെ തെളിവ് നശിപ്പിച്ചതിൽ 5 കൊല്ലം കഠിന തടവും അതിനോടൊപ്പം തന്നെ 10,000 രൂപ പിഴ കൊടുക്കാനും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് 2023 ഏപ്രിലിലാണ്. ഈ പ്രതിയായിട്ടുള്ള അക്ബർ ഷാ നിരവധി 20ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അത് പ്രധാനമായും കഞ്ചാവ് വിൽപ്പന, അതുകൂടാതെ വാഹനം മോഷ്ടിക്കൽ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇയാൾ ചെയ്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള കേസുകൾ. ഇതേപോലെ തന്നെ ഇയാൾ വാഹനം മോഷ്ടിച്ച ഒരു കേസിൽ വഞ്ചിയൂർ SIക്ക് ഇയാളെ കാണിച്ചു കൊടുത്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഷഫീഖിനെ കൊലപ്പെടുത്താനുള്ള കാരണം. ഈ AKG സെന്ററിന് സമീപമുള്ള സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ സമീപമുള്ള മറ്റൊരു കടവരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഷഫീഖ്. ഇയാളുടെ അടുത്തെത്തിയ ഈ അക്ബർ ഷാ ഇന്റർലോക്ക് കട്ട കൊണ്ട് ഇയാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു കടവരാന്തയിൽ കിടന്നിരുന്ന വ്യക്തി ഇത് കാണുകയും അയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതിനോടൊപ്പം തന്നെ സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച CCTVയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് AKG സെന്ററിന് സമീപം ഉറങ്ങിക്കിടന്നയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ.